ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഷിഗല്ല വൈറസ്. ശരിക്കും നമ്മളിലൊക്കെ ഒരു ഭയം കുറച്ച് വരുന്ന അധികം ഭയം ഉണ്ടാക്കാതിരിക്കുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു കഴിവല്ലേ? അല്ല, അതെന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഈ ആരോഗ്യമന്ത്രി എങ്ങനെയാണ് ഒരു പാൻഡമിക് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തതെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ വലിയ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വലിയ PR എക്സസൈസുകളായി ഇതിനെ മാറ്റുന്നതാണ്. കേരളത്തിൽ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും എല്ലാം നമ്മൾ കണ്ടത് ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകും, ഓരോ പാൻഡമിക് സിറ്റുവേഷൻസ് ഉണ്ടാക്കുമ്പോൾ അതിലെന്ത് PR നടത്താം എന്നൊക്കെയാണ് ഉള്ള റിസർച്ചും അതിന് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോഴത്തെ കാഴ്ച. ഷിഗല്ല വൈറസ് എന്ന് പറയുന്ന വൈറസ് കുട്ടികളിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് വയനാടിന് അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്ത് 20-25 കേസ് വരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. ആ സമയത്താണ് ആരോഗ്യമന്ത്രി അവിടെ ഒരു PR എക്സസൈസ് അല്ല ഉദ്ദേശിച്ചത്. അവിടെ ആരോഗ്യമന്ത്രിയായിരുന്ന K. മുരളീധരൻ ഒരു മുതിർന്ന നേതാവിന്റെ മെയ് വഴക്കത്തോടെയും കൈയടക്കത്തോടെയും ആ വിഷയം എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ഏകദേശം അതിന്റെ വ്യാപനത്തിൽ ഒരു കുറവ് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അത് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. എന്നിരുന്നാലും നേരത്തെ ചികിത്സയിലിരുന്ന അല്ലെങ്കിൽ ഷിഗല്ല സംശയിച്ച് ചികിത്സയിൽ ഉണ്ടായിരുന്ന 4 കുട്ടികൾക്ക് കൂടി പുതുതായി രോഗം വന്നു. അത് ഈ രോഗം സംശയിച്ച് ചികിത്സയിലിരിക്കുന്നവർക്ക് രോഗം വരുന്നതല്ല, അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇത് പകരാതിരിക്കാൻ, അത് പടർന്നു പോകാതിരിക്കാനുള്ള നടപടി എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, തട്ടുകടകളിലടക്കം വിശദമായ പരിശോധന, വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഒരു സ്ഥാപനവും പ്രവർത്തിക്കേണ്ട എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്ലോറിനേഷൻ അടക്കം ആരോഗ്യ പ്രവർത്തകർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായി അവിടെ നടത്തുന്നു. കാരണം ഇത് സമ്പർക്കത്തിലൂടെ രോഗം കൂടുതൽ പേരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ആരോഗ്യവകുപ്പിന് സംശയമുണ്ടെന്ന് പറഞ്ഞു. ആ രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാനും അത് കൃത്യമായ നടപടികൾ സ്വീകരിക്കാനും ആ രോഗബാധിതയെ അല്ലെങ്കിൽ പാൻഡമിക് സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം മന്ത്രി നടന്നത്. അതിനകത്ത് ഒരു PR എക്സസൈസ് നമ്മൾ കണ്ടില്ല. ടീച്ചറമ്മ അല്ലെങ്കിൽ രക്ഷക എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ ഈ ഇവിടെ നടന്ന PR എക്സസൈസ് ഒന്നും ഇല്ലാതെ ജനങ്ങൾ തന്നെ ഏൽപ്പിച്ച ജോലി വൃത്തിയായി ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. ഈ രോഗബാധ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ തന്നെ നേരിട്ട് അവിടെ ചെന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇതാണ് ഒരു ആരോഗ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷ. ഇത്രയും ചെയ്താൽ മതി. ബാക്കി കുറച്ച് PR വർക്കിന്റെ എഫക്റ്റിലാണ് അന്ന് ഈ ഒരു പീക്കിലേക്കൊക്കെ പോയത്. കാരണം അമേരിക്കയിൽ നിന്ന് വിളിച്ച് ചികിത്സയ്ക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് മാസ്കും കയ്യുറയും തരുമോ എന്നൊക്കെ നമ്മളെടുത്ത് പറഞ്ഞ ആരോഗ്യമന്ത്രിമാരുള്ള നാട്ടിൽ നിന്നാണ് ഈ ഒരു വാർത്തയും വരുന്നത്. ആരോഗ്യമന്ത്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നേരിട്ട് പോയി കണ്ട് അവരെ ആശ്വസിപ്പിച്ചതാണ്. അതുപോലെയല്ല ജനങ്ങളോടുത്ത് ഓരോന്ന് എന്താണ് ചെയ്യേണ്ടത്, എന്തോ ചെയ്യണം, ഇനി എങ്ങനെ മുന്നോട്ട്, നമ്മളെ ഭയപ്പെടുത്താതെ ആ രീതി ഹാൻഡിൽ ചെയ്ത രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു പാരമ്പര്യം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളോടുള്ള ആർദ്രതയോടുള്ള ഒരു സമീപനത്തിന്റെ ഇതാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇതിപ്പോ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പകരുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാരണം കുട്ടികളിലേക്കാണ് ആ രോഗം വരുന്നത്. ഷിഗല്ല നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാം. മാലിന്യ നിർമ്മാർജ്ജനം, മലിനജല ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷം ഒഴിവാക്കുക, രോഗികളുമായി സമ്പർക്കം കുറയ്ക്കുക, അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് പോയത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മുമ്പുള്ള ആരോഗ്യമന്ത്രിമാർ ഇങ്ങനെ തന്നെയായിരുന്നു. കേരളത്തിൽ നിപ്പ വന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ അവിടെ നേരിട്ട് ചെന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച മേഖലകളിലടക്കം പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. നിപ്പ രോഗമുക്തിയായി പുറത്തുപോയ ഒരു രോഗിയെ ആരോഗ്യമന്ത്രി നേരിട്ട് കണ്ട കാഴ്ചയെ നമ്മൾ കേരളത്തിൽ കണ്ടാണ്. അതാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രത്യേകത. കാരണം അവര് ഒരു രോഗബാധിതയാണ് അല്ലെങ്കിൽ രോഗം പകരുമോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നില്ല. അവരെല്ലാം കൃത്യമായി ജനങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു. നമ്മൾ ഈ കോവിഡ് സമയത്ത് എന്താണ് രാഷ്ട്രീയ വ്യത്യാസമറ്റല്ലേ പ്രവർത്തിച്ചത്. ഈ രാഷ്ട്രീയ വ്യത്യാസമായി ഒരു രോഗബാധിത ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആരാണ് ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് നോക്കിയിട്ടൊന്നും, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെന്ന് നോക്കിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ആ പാൻഡമിക് സിറ്റുവേഷനെ കൈകാര്യം ചെയ്തത്. ഈ എത്രയോ മൃതദേഹങ്ങൾ സംസ്കരിച്ചു, എത്രയോ പേർക്ക് സഹായങ്ങൾ എത്തി, കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നു. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ നിന്ന് അത്തരത്തിലുള്ള സമീപനം ഉണ്ടാവും. കാരണം അതാണ് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രത്യേകത. അത് പിന്നെ K. മുരളീധരനെ പോലെ ഒരു നേതാവാകുമ്പോൾ ആ കാര്യം ഭംഗിയായി ചെയ്യാൻ അറിയുന്ന ആളാണ്. അപ്പൊ കുട്ടികൾക്കാണ് രോഗബാധിച്ച ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് ചികിത്സ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ആശുപത്രിയിലെത്തി അവരെ കാണുന്നു. ഇതെല്ലാമാണ് ആരോഗ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു വകുപ്പ് ഈ ഒരു മുതിർന്ന നേതാവായ K. മുരളീധരനെ ഏൽപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി V. D. സതീശനും കോൺഗ്രസിനും ഒരു കണക്കുകൂട്ടലുണ്ട്. ഇത് കൃത്യമായി കൊണ്ടുപോകേണ്ട ഒരു വകുപ്പാണ്. ജനങ്ങളിലേക്ക് നേരിട്ട് സേവനം എത്തിക്കേണ്ട വകുപ്പാണ്. സാധാരണക്കാരാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ആരോഗ്യവകുപ്പ്
കെ മുരളീധരനെ ഒപ്പിച്ചത്. അപ്പൊ പാർട്ടിയും മുഖ്യമന്ത്രി ഏൽപ്പിച്ച വിശ്വാസം അത് തന്നെയാണ് ഇവിടെ കെ മുരളീധരൻ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ ഒരു മാസം കൊണ്ട് നൽകിയ മേഖലയിൽ ഓരോ മന്ത്രിമാരും അവരവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും ഇപ്പൊ ആരോഗ്യമന്ത്രിയാണെങ്കിലും അവരവരുടെ കഴിവ് തന്നെ കറക്റ്റ് ആൾക്കാർക്ക് തന്നെയാണ് ഓരോന്ന് കൊടുത്തേക്കുന്നത്. അല്ല, നമ്മൾ ഈ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ പലരും ഒരു മുഖം ചുളിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഈ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് ഒരു പുതുമുഖങ്ങളായിട്ടാണ്. അപ്പൊ അവരിൽ നിന്ന് എന്ത് പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അതിന് നമ്മൾ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരുടെ ഇടപെടലുകൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന വി ഡി സതീശന്റെ ഇടപെടലുകൾ, ആഭ്യന്തരമന്ത്രിയുടെ കാര്യം എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി അത്ര തന്നെ രാഷ്ട്രീയമായി തഴക്കവും പഴക്കവും എന്നതാണ്. കാരണം ഒരു തവണ തന്നെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ പെർഫോമൻസ് അങ്ങനെ. കെ മുരളീധരനെ വളരെ ചെറിയ കുറച്ചു നാൾ മാത്രം മന്ത്രിയായിരുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം വെച്ചാണ് കെ മുരളീധരൻ ബന്ധം. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് ഇതെല്ലാം ഗുണമായിട്ടുണ്ട്. നമ്മൾ അതേപോലെ തന്നെ ഈ മന്ത്രിസഭയിലെ ഏറ്റവും ജൂനിയറായ മന്ത്രിയാണല്ലോ ജനീഷ്. ജനീഷ് തന്നെയാണ് വകുപ്പ് ചുമതല ഏറ്റെടുത്തോടെ ആ തന്റെ വകുപ്പിൽ കായിക താരങ്ങൾക്ക് കിട്ടേണ്ട 12 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി അതിന് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോഴാരാ അങ്കലാപ്പിലായത്? CPM അവിടെ സ്പോർട്സ് കൗൺസിൽ നിയമിച്ചിരുന്ന അംഗങ്ങളെല്ലാം നെട്ടോട്ടത്തിലാണ്. ഇപ്പൊ രാജിവെച്ചൊഴിഞ്ഞ് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ മേഖലകളിലായിട്ട് മന്ത്രിമാർ പഠിച്ച് അവരുടെ കാര്യങ്ങൾ ഇടപെടലുകൾ വ്യക്തമായും കൃത്യമായും നടത്തുമ്പോൾ ഈ മന്ത്രിസഭയ്ക്ക് മാറ്റുകൂടും. അത് തന്നെയാണ് ഇപ്പൊ ആരോഗ്യമന്ത്രിയിൽ കണ്ടത്, അത് തന്നെയാണ് ആഭ്യന്തരമന്ത്രി കണ്ടത്, അത് തന്നെയാണ് മുഖ്യമന്ത്രിയിൽ കാണുന്നത്. കെ മുരളീധരൻ ആദ്യം വന്നപ്പം കുറച്ച് വേറെ പാർട്ടിക്കാർ കുറച്ച് പുച്ഛം ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ആരോഗ്യമന്ത്രിയായി നൽകിയത് അദ്ദേഹത്തിന് ഒരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവർക്കൊരു അടി പോലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അല്ല, അങ്ങനെയുള്ള പ്രചരണം നടത്തുന്ന അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് മാത്രം നടത്തുന്നതാണ്. കെ മുരളീധരൻ എന്താണെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം, ജനങ്ങൾക്കറിയാം. കാരണം KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കെ മുരളീധരൻ പെർഫോമൻസ് അതെങ്ങനെയായിരുന്നു എന്ന് ജനം കണ്ടതാണ്. അതേപോലെ ജനപ്രതിനിധി ആയിരുന്നപ്പോൾ, MP ആയിരുന്നപ്പോൾ, വടകര MP ആയി പ്രവർത്തിച്ചത്, വട്ടിയൂർക്കാവിൽ 2 ടൈം ജയിച്ചു വന്നത് എന്തുകൊണ്ടാണ്? കെ മുരളീധരൻ അത്ര മികച്ച പ്രകടനമായിരുന്നു. ലീഡർ കെ കരുണാകരന്റെ മകൻ എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം പുള്ളിക്ക് അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ ലഭിച്ചിട്ടുണ്ടാകും. പക്ഷേ തനിക്ക് കിട്ടിയ അവസരങ്ങൾ വൃത്തിയായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജയിക്കപ്പെടുന്നത്. കാരണം കേരളത്തിൽ എവിടെ കൊണ്ട് നിന്ന് മത്സരിപ്പിക്കാനും കോൺഗ്രസിന് കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലായിരുന്നു. കാരണം വടകരയിൽ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായിരുന്നപ്പോൾ കെ മുരളീധരനെ, വട്ടിയൂർക്കാവ് MLA ആയിരുന്ന കെ മുരളീധരനെ വടകരയിൽ കൊണ്ടുപോയി മത്സരിച്ച് ജയിപ്പിച്ചു. അതുപോലെ തന്നെ തൃശ്ശൂര് നേമത്ത്, നേമത്ത് BJPയുടെ രാജഗോപാൽ ജയിച്ച മണ്ഡലത്തിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കാരണം ഇപ്പൊ CPM-കാർ പറയുന്നുണ്ട് അക്കൗണ്ട് പൂട്ടിച്ചത് CPM ആണ്. പക്ഷെ അതിന്റെ പ്രധാന കാരണം ആരായിരുന്നു? കെ മുരളീധരൻ എന്ന് പറഞ്ഞ ശക്തനായ നേതാവ് അവിടെ മത്സരിക്കാൻ വന്നപ്പോഴാണ്. അതുപോലെ തന്നെ പ്രതിസന്ധി കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയി അവിടെ തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ കെ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ ഇറങ്ങി. കാരണം കേരളത്തിൽ എവിടെയും മത്സരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് കെ മുരളീധരൻ പ്രവർത്തിച്ചു വന്നത്. അതുപോലെ ഇപ്പൊ വട്ടിയൂർക്കാവിൽ എന്ത് അനായാസമാണ് ജയിച്ചു വന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്നപ്പോൾ അവിടെ ജയിച്ചു വന്നു. അപ്പൊ ആ രാഷ്ട്രീയ നേതാവിനെ അറിയാത്തവരാണ് ഈ വകുപ്പ് കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാവുമെന്ന് ചിന്തിക്കുന്നത്. അവർക്കുള്ള മറുപടിയാണല്ലോ ഇപ്പൊ കിട്ടുന്നത്. എങ്ങനെയാണ് ഒരു ഡോക്ടർക്കെതിരെ ഒരു രോഗിയുടെ മുറിവ് കൃത്യമായി പരിശോധിക്കാതെ പുഴുവരിക്കുന്ന നിലയുണ്ടായപ്പോൾ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്നതിനും ആ ഡോക്ടറെ മാറ്റി നിർത്താനുമാണ് ഉത്തരവിട്ടത്. അല്ലാതെ ഒരു കുട്ടിയുടെ കൈ മുറിച്ച് കളഞ്ഞപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ആ കുറ്റക്കാരെ സംരക്ഷിക്കുകയല്ല ചെയ്തത്. അതാ ഞാൻ പറഞ്ഞ ഒരു വകുപ്പിൽ ജനം ആവശ്യപ്പെടുന്ന ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ. അതാണ് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്.